മനുഷ്യവർഗത്തിന് പ്രധാനമായും 3 വീഴ്ചകളാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഭാഗങ്ങൾ എടുത്ത് പഠിപ്പിക്കുന്നവരുടെ എണ്ണം ഞാൻ 1 2 കണ്ടിട്ടുള്ളൂ. അതിൽ കൂടുതൽ ഈ ആയുസ്സിൽ, ഈ 78 വർഷത്തിനോടകം, എൻ്റെ 12ാമത്തെ വയസ്സ് മുതൽ കഴിഞ്ഞ 66 വർഷം 78ാമത്തെ വയസ്സ് വരെ ഞാൻ ആത്മലോകത്തിൽ കണ്ണും ചെവിയും തുറന്ന് ജീവിക്കുന്നയാളാണ്. കഴിവുള്ളിടത്തോളം കാര്യങ്ങൾ കേൾക്കുന്നയാളാണ്. 2 3 വ്യക്തികൾ ഒഴിച്ചാൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് ഈ ആയുസ്സിൽ ഞാൻ കേട്ടിട്ടില്ല. 10-60 രാജ്യങ്ങളിൽ ഞാൻ യാത്ര ചെയ്യാറുണ്ട് കൂടെ. അവിടെ എങ്ങും ഇതിനെ കൂടുതൽ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. മനുഷ്യവർഗത്തിനുണ്ടായ 3 വീഴ്ചകൾ ഒന്നും വിശദീകരിക്കത്തില്ല. 1ാമത്തെ വീഴ്ച ഏദനിലായിരുന്നു. അതോടുകൂടെ മനുഷ്യന് പറുദീസ നഷ്ടപ്പെട്ടു. അതോടുകൂടെ മനുഷ്യന് നിത്യജീവൻ നഷ്ടപ്പെട്ടു. അതോടുകൂടെ മനുഷ്യനിൽ ശത്രുത്വം കടന്നുകൂടി. അതോടുകൂടെ മനുഷ്യനിൽ ശാപം കയറി. ഞാൻ അങ്ങനെ അങ്ങ് പറയാം, ചുരുക്കി മാത്രം. കഴിഞ്ഞകാല നിത്യതയിൽ നിത്യനായ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങളിൽ അവനെ സൃഷ്ടിക്കുമ്പോൾ അവനെ അനുഗ്രഹിച്ചു. നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകണം. അത് മനുഷ്യൻ ലഭിച്ച അനുഗ്രഹമാണ്. പക്ഷേ പാപം മനുഷ്യനിൽ കടന്നതോടെ, ഏതെൻ്റെ വീഴ്ചയോടെ, ആ അനുഗ്രഹത്തോടുകൂടി ഒരു സ്ട്രിങ്ങോടെ അറ്റാച്ച് ചെയ്തു. പ്രസവിക്കുമ്പോൾ സ്ത്രീ വേദനയോടെ പ്രസവിക്കും. ആ വേദന ശാപമായി അറ്റാച്ച് ചെയ്തതാണ്. ആദമിനോട് പറഞ്ഞു, നീ തോട്ടത്തിൽ നന്നായി അധ്വാനിക്കണം, നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും എന്നത് ദൈവവചനത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്, നീ അധ്വാനിക്കണം. പക്ഷെ പാപം ചെയ്തതോടെ ഒരു സ്ട്രിങ്, ശാപം കൂടെ കൂട്ടി, ഒരു കൊച്ചു വള്ളി കൂടെ ചേർത്തു, ശാപം കൂടെ ചേർത്തു, ഒരു വാലും കൂടെ ചേർത്തു. നീ അധ്വാനിക്കുമ്പോൾ ശരീരം വേർതിരിക്കും. എൻ്റെ പൊന്നേ, ഇന്ന് ഇതൊന്നുമില്ലാതെ ശരീരം വേർക്കുക. നമുക്കറിയാം, ഇത് ഏദനിൽ വെച്ച് കിട്ടിയതാണ് 1ാമത്തെ വീഴ്ചയിൽ. അങ്ങനെ പലതും കിട്ടി, 1 2 ഒന്നും അല്ല, അങ്ങനെ പലതും കിട്ടി. പറുദീസ നഷ്ടമായി, നിത്യജീവൻ നഷ്ടമായി. അല്ലെങ്കിൽ ഒരു കാലത്ത് മരിക്കത്തില്ലായിരുന്നു. ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിലാണ് ഈ ശാപം നിനക്കുണ്ടാകുന്നത്, അതുവരെ നീ മരിക്കയില്ല എന്ന് പറഞ്ഞു. ഇന്ന് ശാപമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നവർ കാണും. ശവക്കോട്ടയുണ്ടോ എന്ന് അന്വേഷിച്ചാൽ മതി. പ്രസവ സമയത്ത് അമ്മമാർക്ക് വേദനയുണ്ടോ എന്ന് അന്വേഷിച്ചാൽ മതി. വിയർക്കുമോ ഇല്ലയോ എന്ന് അന്വേഷിച്ചാൽ മതി. കൂടുതൽ ഒന്നിനും പോകണ്ട. നമ്മളിലാരും പൊട്ടക്കണ്ണന്മാരല്ലോ. വല്ലോനും പറയുന്നത് എല്ലാം അങ്ങ് വിഴുങ്ങാൻ. അത് നടക്കുന്ന കാര്യമല്ല. കണ്ണു തുറന്ന് ജീവിക്കുന്നവർക്കെല്ലാം വിവരങ്ങളുണ്ട്. മനുഷ്യവർഗം ശാപത്തിന് അടിമയായി മാറി. 2ാമത്തെ വീഴ്ചയാണ് നോഹയുടെ കാലത്ത് നടന്നത്. നോഹയുടെ കാലത്ത് നടന്ന അതിഭയങ്കരമായ വീഴ്ചയിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വരികയും തങ്ങൾക്ക് ബോധിച്ചവർ പെൺകുട്ടികളെ ഒക്കെയും വിവാഹം കഴിക്കുകയും, ബോധിച്ചതിനെ വിവാഹം കഴിക്കാമെന്നൊരു ചിന്ത മനുഷ്യവർഗത്തിൽ കൊണ്ടുവരികയും ചെയ്തത് നോഹയുടെ കാലത്താണ്. നോഹയുടെ കാലത്ത് വികൃതമായ ചിന്തകളിലൂടെ വീണുപോയ ദൂതന്മാർ, അല്ലെങ്കിൽ വീണുപോയ ദൂതന്മാരെന്നറിയപ്പെടുന്ന അന്യജീവികളിൽ നിന്നില്ല, വീണുപോയ ദൂതന്മാരിൽ നിന്ന്, നമ്മളതിനെ തനി മലയാളത്തിൽ പിശാചെന്നാണ് വിളിക്കുന്നത്, പൈശാചിക വൃന്ദങ്ങളിൽ നിന്ന് അവരുടെ സ്വഭാവങ്ങൾ പകർത്തിയും അവരുടെ ആചാരങ്ങൾ പകർത്തിയും, ഞാൻ ഈ പറയുന്ന പദങ്ങളെല്ലാം ഭയങ്കര വെയിറ്റുള്ള പദങ്ങളാണ്, അവരുടെ ആചാരങ്ങൾ പകർത്തിയും ദൈവിക ആചാര വ്യവസ്ഥകളിൽ നിന്നും ദൈവത്തിൻ്റെ സംസ്കാരത്തിൽ നിന്നും മാറി. ഇതൊക്കെ വിശദീകരിക്കണമെന്ന് എനിക്ക് ആശയമുണ്ട്, എളുപ്പമല്ല. ദൈവിക സംസ്കാരത്തിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും മാറി പൈശാചികമായ സംസ്കാരത്തിലേക്കും പൈശാചികമായ ആചാരങ്ങളിലേക്കും വീണുപോയ കാരണത്താൽ മനുഷ്യൻ 2ാം പ്രാവശ്യം ശാപമേറ്റുവാങ്ങി ദൈവത്തിങ്കിൽ നിന്ന് അവൻ വീണുപോയി. മനുഷ്യൻ്റെ 2ാം വീഴ്ച അതായിരുന്നു. 2ാം വീഴ്ചയോടുകൂടെ ഒരു കൂട്ടം ദൂതന്മാരെ വിശദീകരിക്കാൻ പ്രയാസമാണ്. ഇംഗ്ലീഷിലെ ESV, ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷനിൽ പറയുന്നത് ദ ബാസ്റ്റഡ് സ്പിരിറ്റ്, ദൈവത്താൽ നിയോഗിതമല്ലാത്ത ഒരു വിഭാഗം ദൂതന്മാരെ ദൈവം ഐഡൻറ്റിഫൈ ചെയ്യുകയും, ബാസ്റ്റഡ് സ്പിരിറ്റ് എന്ന പേരിൽ തീരെ മോശമായൊരു പദം, അത് മലയാളത്തിൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഇംഗ്ലീഷിലും മോശമാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പിനെ നരകത്തിലേക്ക് തള്ളുകയും ചെയ്തു. ശരീരമില്ലാത്ത ഒരു കൂട്ടം ദൂതന്മാരെ നരകത്തിലേക്ക് തള്ളി. അന്ന് ദൈവം പറഞ്ഞു, മനുഷ്യൻ്റെ 2ാമത്തെ വീഴ്ചയോട് പറഞ്ഞു, മനുഷ്യൻ്റെ കാലം 120 സംവത്സരമാക്കാൻ പോകുകയാണ്. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകത്തില്ല, പോയാൽ മണിക്കൂറില്ലാതെ തീരത്തില്ല, മണിക്കൂറുകൾ ഇല്ലാതെ തീരത്തില്ല. ഞാൻ അവൻ്റെ കാലത്തെ 120 വർഷമായി ചുരുക്കാൻ പോകുകയാണ്. ഒരു ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രം മനസ്സിലാകുവാൻ, സാധാരണക്കാരന് മനസ്സിലാകത്തില്ല, അല്ലെങ്കിൽ വിഷയത്തിൽ പഠനമില്ലാത്തവർക്ക് മനസ്സിലാകത്തില്ല. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഒരു സൂചനയ്ക്ക് വേണ്ടി മാത്രം. 120 കാലമായിരിക്കും അവൻ്റെ ആയുസ് എന്ന് ദൈവം പറഞ്ഞു. അവൻ്റെ സമയം, അവൻ്റെ കാലം, സീസൺ, അവൻ്റെ കാലം 120 വർഷമായിരിക്കും എന്ന് പറഞ്ഞെങ്കിൽ കുറഞ്ഞ പക്ഷം
ഒരാളെങ്കിലും ആ 120 മരിക്കേണ്ടതല്ലേ? നേരിട്ട് ഈ പദം കിട്ടുന്നത് നോഹയ്ക്കാണ്. കുറഞ്ഞ പക്ഷം നോഹ 120 വർഷം കൊണ്ട് മരിക്കേണ്ടതല്ലേ? അങ്ങനെ 400 വർഷം വരും. നോഹയുടെ മക്കളിൽ ഒരാളെങ്കിലും 120 കൊണ്ട് മരിക്കേണ്ടതല്ലേ? ചത്തില്ലല്ലോ, എല്ലാവരും 400 കൂടുതൽ ജീവിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ വാക്കിൻ്റെ അർത്ഥം 120 മാനുഷിക വർഷമെന്നല്ല. ഈ ഭൂമിയിൽ ഞാൻ വർഷങ്ങളുടെ ഒരു കണക്കൊന്ന് തൊടുക. ഈ ഭൂമിയിൽ ഒരു വർഷമെന്ന് പറയുന്നത് 365 ദിവസമാണ്. അതായത് ഈ ഭൂമി അതിൻ്റെ ഗാലക്റ്റിക് സെൻറ്ററായ, അതിൻ്റെ റൊട്ടേഷണൽ സെൻറ്ററായ സൂര്യൻ്റെ വൃത്തത്തിൽ ഒന്ന് കറങ്ങി വരുന്ന സമയത്തെയാണ് ഒരു വർഷമെന്ന് വിളിക്കുന്നത്. ഇതേ ഭൂമി ഉണ്ടാക്കിയ ദൈവമല്ലേ സൂര്യനെ സൃഷ്ടിച്ചത്? സൂര്യൻ്റെ വലിപ്പം ഭൂമിയുടെ വലിപ്പത്തിൻ്റെ 13 ലക്ഷം ഇരട്ടിയാണ്. അദ്ദേഹം അതിൻ്റെ ഗാലക്റ്റിക് സെൻറ്റർ ഒന്ന് ചുറ്റി വരുവാൻ എന്ന് പറഞ്ഞാൽ സൂര്യനിൽ ഒരു വർഷമാകണമെങ്കിൽ മനുഷ്യൻ്റെ 25 ലക്ഷം വർഷങ്ങൾ ഒരുമിച്ച് ചേരണം. അതാണ് സ്ഥിതിയെങ്കിൽ നമ്മുടെ നക്ഷത്രമണ്ഡലങ്ങൾ അതിൻ്റെ ഗാലക്റ്റിക് സെൻറ്ററിനെ ഒന്ന് ചുറ്റി വരണമെങ്കിൽ എത്ര 1000 കോടി മാനുഷിക വർഷങ്ങൾ എടുക്കുമെന്ന് കണക്കാക്കുവാൻ ഇതുവരെ ഒരു ശാസ്ത്രത്തിന് കഴിയത്തില്ല. ഇതുവരെ ഒരു ശാസ്ത്രജ്ഞനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഒരിക്കൽ ഒരു കൊച്ചു ഉദാഹരണം കൊണ്ട് ഞാനത് വ്യക്തമാക്കാം. ശാസ്ത്രം തരുന്ന ഒരു കണക്കൊന്ന് ചെയ്യാൻ ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചു. ഞാൻ വലിയ വിദ്യാഭ്യാസമുള്ള ആളല്ലാത്തതുകൊണ്ട് വലുതൊന്നും ചെയ്യാൻ ഒത്തിട്ടില്ലെങ്കിലും ചെറുത് ചിലതെല്ലാം ചെയ്ത് എൻ്റെ ഒടുവിലത്തെ അപ്പോയിൻമെൻറ്റ് എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒരു R&D സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു R&D ഓർഗനൈസേഷൻ്റെ ശാസ്ത്രജ്ഞനായിട്ടായിരുന്നു. അന്നെൻ്റെ കയ്യിലൊരു കൊച്ചു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. ഞാൻ ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രം തരുന്ന ചില കണക്കുകൾ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഒരു വാണിംഗ് നോട്ടീസ് മാത്രമേ വന്നുള്ളൂ. ഈ കമ്പ്യൂട്ടർ കൊണ്ട് അത് ചെയ്യാൻ ഒക്കത്തില്ല, കിട്ടുന്ന റീഡിങ് ഇരട്ടിക്കായിരിക്കും. അതിനുള്ള കപ്പാസിറ്റി ഈ കമ്പ്യൂട്ടറിന് ഇല്ല. ഇതിനേക്കാൾ വലുതാണ് മനുഷ്യൻ്റെ യാതൊരു കമ്പ്യൂട്ടറുകൾക്കും ഇന്ന് വരെ കണ്ടുപിടിക്കുവാൻ കഴിയാത്ത ദീർഘങ്ങളായ വർഷങ്ങൾ എടുക്കുന്ന നക്ഷത്രങ്ങൾ മണ്ണിലുണ്ട്. ഇതിനെ എല്ലാം സൃഷ്ടിച്ചത് ഒരു ദൈവമാണ്. പിന്നെ 120 വർഷമെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ കണക്കാന്ന് ആര് പറഞ്ഞു? ഞാനങ്ങ് മാറുക. എന്നാൽ വേദപുസ്തകത്തിൽ പല ഇനം വർഷങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. അതിലൊന്ന് യോവേൽ വർഷം. ഒരു യോവേൽ വർഷമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ 50 വർഷങ്ങൾ ഒരുമിച്ച് ചേരുന്നതിനെയാണ് ഒരു യോവേൽ വർഷമെന്ന് പറയുന്നത്. 120 യോവേൽ വർഷമെന്നൊരു കണക്കെടുത്താൽ, ഇത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്, തെറ്റാണെന്നും അല്ല ഞാൻ പറഞ്ഞത്, ശരിയാകാൻ സാധ്യതയുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ എൻ്റെ തലയ്ക്കകത്ത് ഒന്നുമില്ല. ഞാൻ വെറും നിസ്സാരന എന്നുള്ളതിനൊരു ഉദാഹരണം കൂടെ ഞാൻ പിന്നെ പറയാം. ഞാൻ വെറും നിസ്സാരന, എൻ്റെ ബുദ്ധിക്കകത്ത് ഒതുങ്ങുന്നതല്ല, അതിനേക്കാൾ വലിയതായ ചില കാര്യങ്ങളാണ്. യോവേൽ വർഷമാണ് കണക്കെടുക്കുന്നതെങ്കിൽ യോവേൽ വർഷത്തിന് മനുഷ്യൻ്റെ 50 വർഷങ്ങളുടെ നീളമുണ്ട്. അങ്ങനെയാണെങ്കിൽ 120 യോവേൽ വർഷമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ 6000 വർഷങ്ങൾ. ആദമിനെ ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറക്കിവിട്ട സമയം മുതൽ 120 വർഷം അല്ലെങ്കിൽ 120 പ്രവചന വർഷം അല്ലെങ്കിൽ 120 യോവേൽ വർഷം എന്ന് പറഞ്ഞാൽ ആദമിനെ ഇറക്കി വിട്ടത് മുതൽ 6000 വർഷം എന്ന ഒരു കണക്കുണ്ട്. ആദമിനെ ഇറക്കി വിട്ടത് മുതൽ 6000 വർഷമാണ് ശരിയെങ്കിൽ അത് എന്നാകും? യഹൂദന്മാരുടെ പല കണക്കുകളും തെളിയിക്കുന്നത് അത് 2030 ഞാൻ അവിടം വരെ അങ്ങോട്ട് ഒന്ന് പറഞ്ഞു വെക്കുന്നതേ ഉള്ളൂ. അവിടെ ഒരു നിർബന്ധമായിട്ടൊന്നും നിൽക്കുന്നില്ല. നിങ്ങളിൽ ഇൻ്റർനെറ്റ് അക്സസ് ഉള്ളവർ ദയവായി ഒന്ന് നോക്കണം. ഇന്ന് ഈ സമയത്ത് ഒരു സൂര്യഗ്രഹണം നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഒന്നും നമുക്ക് കാണത്തില്ല, പക്ഷേ ഇതേ സമയത്ത് ഒരു സൂര്യഗ്രഹണം നടന്നുകൊണ്ടിരിക്കുക. ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ബ്ലഡ് മൂണുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യഹൂദന് ലഭിച്ചിരിക്കുന്ന രേഖകളൊക്കെ ചുട്ടുകരിച്ച് മറക്കരുത്. എവിടെയെങ്കിലും ഒരു പ്രധാനപ്പെട്ട പള്ളി ശത്രുക്കൾ അറ്റാക്ക് ചെയ്താൽ ആദ്യം ചുട്ടുകരിക്കുന്നത് അവിടുത്തെ രേഖകളും അതിനകത്തിരിക്കുന്ന ബൈബിളുമാണ്. ഒരു സുവിശേഷ വിരോധികൾ പിടിച്ചാൽ ആദ്യം കത്തിക്കുന്നത് അവൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിളും അവൻ കൊണ്ടു നടക്കുന്ന ട്രാക്റ്റുകളുമാണ്. ഒരു പള്ളി സുവിശേഷ വിരോധികൾ അറ്റാക്ക് ചെയ്താൽ ആദ്യം നശിപ്പിക്കുന്നത് അവിടുത്തെ രേഖകളാണ്. യഹൂദ സഭ 45 പ്രാവശ്യമെങ്കിലും ലോകവ്യാപകമായി കൊടും യാതനയിലൂടെ കടക്കുകയും ശത്രുക്കളാൽ പിടിക്കപ്പെടുകയും ചെയ്തതാണ്.
ഈ സമയങ്ങൾ കൊണ്ട് അവർ രേഖകൾ കത്തിച്ച് നശിപ്പിച്ച് കളഞ്ഞതുകൊണ്ട് എന്ന് ഈ 120 സംവത്സരം എന്ന് കണക്ക് കറക്റ്റ് പറയുവാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. അന്ന് 2010 ഇന്നേക്ക് 10-14 വർഷങ്ങൾക്ക് മുമ്പേ 2010 യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ഒരു കൂട്ടം ഭക്തിയുള്ള പുരുഷന്മാർ ഒരുമിച്ച് കൂടി അവർ ഉപവസിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് ഇന്നും ഭക്തന്മാർക്കുണ്ട്. എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിവില്ലെങ്കിലും ഉപവസിച്ചു പ്രാർത്ഥിച്ചു. അവർ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്ത, യഹൂദനാണ്, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല, അവരുടെ ഭാഷയിൽ ആ ദൈവാത്മാവ് അവർക്ക് വെളിപ്പെടുത്തിയത് നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും സൃഷ്ടിക്കുന്ന സമയം. ദൈവം ചന്ദ്രനെ സൃഷ്ടിക്കുമ്പോൾ ഒരു പദം ഇങ്ങനെ പറഞ്ഞു, ഉൽപ്പത്തിയിൽ കാലം, സമയം, സീസൺ. കാലം എന്നുള്ളതിന് സീസൺ എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവ തിരിച്ചറിയേണ്ടതിന് ചന്ദ്രനെ അവനാക്കി വെച്ചു. യഹൂദ പ്രമാണികൾ പ്രവചനാത്മാവിൽ ഇങ്ങനെ പറഞ്ഞു, ചന്ദ്രനിൽ ചില അടയാളങ്ങൾ ഉണ്ടാകുമ്പോൾ, ചന്ദ്രനിൽ ചില അടയാളങ്ങൾ കാണുമ്പോൾ ദൈവത്തിൻ്റെ കാലഘട്ടം എന്തായി എന്നറിയുവാൻ കഴിയും. അതിലൊരു പ്രധാനപ്പെട്ട അടയാളം നടക്കേണ്ടത് ബ്ലഡ് മൂണാണ്. ചന്ദ്രൻ ചുവന്നു വരണം, സൂര്യൻ കരിമ്പടം പോലെ ആകണം. അത് ഇപ്പോഴമേരിക്കയിൽ പകൽ നടക്കുകയാണ്. ഈ സമയം ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ അവിടെ അത് നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് ഈ സെക്കൻഡിൽ അത് അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇതുപോലെ 2015 4 ബ്ലഡ് മൂണുകൾ നടക്കേണ്ടത്. അതിൻ്റെ ട്രെറ്റ അന്ന് ആ ബ്ലഡ് മൂണുകൾ നടക്കുമ്പോൾ ആ ദിവസങ്ങളിൽ UNOയുടെ ഒരു മേജർ മീറ്റിംഗ്, ഞാനീ പറയുന്നതെല്ലാം ഫസ്റ്റ് ഹാൻഡ് റിപ്പോർട്ടാണ്, UNOയുടെ ഒരു മേജർ മീറ്റിംഗ് പാരീസിൽ വെച്ച് നടക്കുവാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ 2015 ലോക ചരിത്രത്തിൽ, കുറഞ്ഞപക്ഷം ആധുനിക ചരിത്രത്തിൽ ആദ്യമായി പാരീസിൽ ഒരു ടോട്ടൽ പവർ ഫെയിലിയർ ഉണ്ടായി. കറണ്ട് കംപ്ലീറ്റായി നഷ്ടപ്പെട്ടു. ഒരാഴ്ചയോളം കറണ്ട് ഇല്ലായിരുന്നു. ഹെയിൽ സ്റ്റോം, ഭയങ്കര ഇടിയും മിന്നലും മഴയും മഞ്ഞുമായി ആ പട്ടണം വെള്ളത്തിൽ മുങ്ങി. അന്ന് അവിടെ വെച്ച് നടക്കുവാൻ ഇരുന്നതായ UNOയുടെ മീറ്റിംഗ് അവിടെ വെച്ച് നടക്കയില്ല എന്ന് ഉറപ്പായതിനാൽ ആ UNOയുടെ മീറ്റിംഗ് ന്യൂയോർക്കിലുള്ള UN ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് നടത്തുവാൻ അവർ തീരുമാനിക്കുകയും ആ മീറ്റിങ്ങിന് വേണ്ടി UN ഹെഡ്ക്വാർട്ടേഴ്സ് തുറക്കുകയും ചെയ്തു. ബ്ലഡ് മൂൺ നടക്കുന്ന കാരണത്താൽ, അതും UN ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ മുകളിലാണ്, ബ്ലഡ് മൂൺ നടക്കുന്ന കാരണത്താൽ അന്ന് UNOയുടെ മുൻപിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഒരു കൂട്ടം ആളുകൾക്ക് തോന്നുകയും, ഞാൻ ഇന്ത്യയിൽ നിന്ന് ഓൾ ദ വേ പോയിരുന്നു, പലയിടത്തു നിന്നായി ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരും ഒരളവിൻ്റെ മുകളിൽ ദൈവത്തെ അറിയുവാൻ താല്പര്യപ്പെടുന്നവരുമായ ഒരു 10-500 പേരെങ്കിലും കൂടിയ കൂട്ടത്തിൽ ഇന്ത്യക്കാർ 4-5 പേരുണ്ടായിരുന്നു. അതിലൊന്ന് ഞാനായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ വെളിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്താണ് UN ഹെഡ്ക്വാർട്ടേഴ്സിനകത്ത് 2 അജണ്ടകൾ പാസ്സായത്. ഇന്ന് ഇതിനകത്തിരിക്കുന്നതിൽ ഇൻ്റർനെറ്റ് അക്സസ് ഉള്ളവർ ദയവായി കയറി അജണ്ട 2020 അജണ്ട 2030 ഒന്ന് ശോധന ചെയ്തോണം. ഞാൻ വളരെ സ്പഷ്ടമായി ഒരു പൊതുസ്ഥലത്ത് നിന്നുകൊണ്ട് ശാസ്ത്രീയ വിഷയങ്ങൾ അതിഗാംഭീര്യമായി ഉറച്ച സ്വരത്തിലും ഭാഷയിലും പറയുകയാണ്. ദയവായി അജണ്ട 2020 ആൻഡ് അജണ്ട 2030 ഇത് രണ്ടും ഒന്ന് ശോധന ചെയ്താൽ മനസ്സിലാകും. സെപ്റ്റംബർ മാസം 2015 സെപ്റ്റംബർ മാസം 14 2015 ലോക രാഷ്ട്രീയ സംഘടനകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവരൊരു അജണ്ട ഉണ്ടാക്കി പറഞ്ഞു, 2020 ആകുമ്പോഴേക്ക് ഒരു വൺ വേൾഡ് ഗവൺമെൻറ് ഉണ്ടാകണം. എതിർ ക്രിസ്തു എന്ന വേദപുസ്തക ഭാഷയിൽ നമ്മൾ പറയും, അവരുടെ ഭാഷയിൽ ഒരു വൺ വേൾഡ് ഗവൺമെൻറ് ഉണ്ടാകണം. അഥവാ പരാജയപ്പെട്ടാൽ, ആ ബുദ്ധി അവർക്ക് എവിടെ കിട്ടി? അഥവാ പരാജയപ്പെട്ടാൽ ഒരു അജണ്ട 2030 വേണം. 2030 ആകുമ്പോഴേക്കും നമുക്ക് ചില കാര്യങ്ങൾ സാധിച്ചിരിക്കണം. വേദപുസ്തകത്തിൽ പറയുന്ന എതിർ ക്രിസ്തുവിൻ്റെ വരവിനെ കുറിക്കുന്ന പദങ്ങളാണ്, അതായത് യേശുവിൻ്റെ വരവോടുകൂടെ സംഭവിക്കേണ്ട പദങ്ങളാണ് പറയുന്നത് എതിർ ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച്. നിങ്ങൾക്കറിയാമോ, നേരെ കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ, ഒരു വർഷം തികഞ്ഞില്ല, കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ UNO രണ്ടാമത് ഒരു അജണ്ട പുറത്തു കൊണ്ടുവന്നു. 2030 നമ്മളൊരു വർഷമായി അംഗീകരിച്ചെങ്കിൽ അതിൻ്റെ ഒടുവിലത്തെ 7 വർഷങ്ങൾ 2023 മുതൽ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് 2023 മുതൽ 2030 വരെയുള്ള കാലഘട്ടത്തെ എക്സ്പെഡേഷൻ പീരീഡ് എന്ന് വിളിച്ചുകൊണ്ട് അതിജാഗ്രതയോടെ പ്രവർത്തിക്കുക. ഇതിൻ്റെ എല്ലാം കൂടെ ആരംഭത്തെങ്കിൽ മനുഷ്യൻ്റെ രണ്ടാമത്തെ വീഴ്ചയിൽ യഹോവയായ ദൈവം നോഹയെ നോക്കി വിളിച്ചു പറഞ്ഞു, നീ ഇത് ചെയ്തതാൽ, നിന്റെ കാലഘട്ടത്തിൽ ഇത് സംഭവിച്ചതിനാൽ മനുഷ്യൻ്റെ കാലം 120 സംവത്സരമാകും. ഇതെല്ലാം കൂടെ തമ്മിൽ ഏതാണ്ട് ബന്ധമുണ്ട്. എനിക്കിത്രേ അറിയത്തുള്ളൂ. കൂടുതൽ അറിയാവുന്നവർ കൂടുതൽ വിവരങ്ങൾ കണ്ടുപിടിച്ച് എന്നോടും കൂടെ പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ അവിടെ കൊണ്ട് പിന്മാറട്ടെ. മൂന്നാമത്തെ പ്രാവശ്യം മനുഷ്യൻ വീഴുന്നത് നിമ്രോദിൻ്റെ കാലഘട്ടത്തിലാണ്.
നിമ്രോദിൻ്റെ കാലഘട്ടത്തിലാണ് മനുഷ്യൻ വീഴുന്നത്. ഭൂമിയുടെ ഭരണം പൈശാചിക ശക്തികൾക്ക് വിട്ടുകൊടുക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പൈശാചിക ചിഹ്നങ്ങൾ ഒരുമിച്ച് ചേർത്ത് ആകാശം വരെ മുട്ടുന്ന ഒരു ഗോപുരം പണിത് ആ ഗോപുരത്തിന് മുകളിൽ, ഞാൻ ഒരു വിശദീകരണവും പറയുകയല്ല, വേദപുസ്തക ഭാഷയിൽ മാത്രം അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ വിശദീകരണം എനിക്ക് നന്നായി അറിയാം, പക്ഷെ പറയാൻ 5-6 മണിക്കൂർ വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകുക. ആകാശത്ത് വരെ മുട്ടുന്ന ഒരു ഗോപുരം പണിതുകൊണ്ട് അതിൻ്റെ മുകളിൽ പൈശാചിക ശക്തികളുടെ ചിഹ്നങ്ങൾ സ്ഥാപിച്ച് പൈശാചിക ശക്തികളെ ഈ ഭൂമിയിലേക്ക് ആകർഷിച്ച് ഇതിൻ്റെ ഭരണം അവന് കൈമാറണം. കാര്യം സാത്താൻ എന്നും വാദിക്കുവാനുള്ളത്, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും, ഉത്തരഗിരിയുടെ മുകളിൽ ഞാൻ ഇരുന്നരുളും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനത്തോട് തുല്യമാക്കുമെന്നാണ് പറയുന്നത്. അത് നടത്തിക്കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അന്ന് യഹോവയായ ദൈവം ഇറങ്ങി വന്നു. ഭൂമിയിൽ മനുഷ്യൻ്റെ ഭാഷ കലക്കി മാറട്ടെ, വിശദീകരിക്കുന്നില്ല. എന്നിട്ട് ലോകത്തിലെ ജാതികളെ മനുഷ്യന് വേണ്ടി വിറ്റുകളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. മനുഷ്യന് ഈ വീണുപോയ ദൂതന്മാർക്ക് വേണ്ടി വിറ്റുകളഞ്ഞു. അവൻ മനുഷ്യൻ്റെ അതിർത്തികളെ വീണുപോയ ദൂതന്മാരുടെ അളവിനൊത്തവണ്ണം, അവിടെ എഴുതിയിരിക്കുന്ന സൺസ് ഓഫ് ഗോഡ് എന്ന പദമാണ്, ദൈവപുത്രന്മാരുടെ അളവിനൊത്തവണ്ണം, എണ്ണത്തിനൊത്തവണ്ണം വിഭജിച്ചു. കൊച്ചു കൊച്ചു കഷണങ്ങളായി വിഭജിച്ച് ഈ പെന്തക്കോസ്തുകാരുടെ ഭാഷയിൽ, ഞങ്ങളെയൊക്കെ പോലെയുള്ളവരുടെ ഭാഷയിൽ ദേശ അധിപതി ശക്തി എന്നൊക്കെ പറയും. ഒരു ഇൻസ്പെക്ടറുടെ കീഴിൽ ഒരു ഏരിയയും വേറൊരു ഇൻസ്പെക്ടറുടെ കീഴിൽ വേറൊരു ഏരിയയും കൊടുക്കുന്നത് പോലെ, ഒരു കളക്ടറുടെ കീഴിൽ ഒരു ജില്ലയും വേറൊരു കളക്ടറുടെ കീഴിൽ വേറൊരു ജില്ലയും കൊടുക്കുന്നത് പോലെ വ്യത്യസ്ത ശക്തികൾക്ക് വേണ്ടി ഭൂമിയെ പകുത്തു കൊടുത്തു. അവൻ ഭൂമിയെ ജാതികൾക്കായി പകുത്തു കൊടുത്തു. ദൈവപുത്രന്മാരുടെ എണ്ണത്തിനൊത്തവണ്ണം. ദേശാധിപതി ശക്തികളെക്കുറിച്ച് ഞാൻ ഒന്നുകൂടെ പറഞ്ഞേക്കാം. അവർക്ക് ഓരോരുത്തർക്കും അവരവരുടെ ഭാഷയുണ്ട്, അവർക്ക് ഓരോരുത്തർക്കും അവരവരുടെ ടേസ്റ്റ് ഉണ്ട്, അവർക്ക് ഓരോരുത്തർക്കും അവരവരുടെ സംസ്കാരമുണ്ട്, അവർക്ക് ഓരോരുത്തർക്കും അവരവരുടെ ജീവിത ശൈലിയുണ്ട്. ഇത് മനസ്സിലാക്കേണ്ടതിന് വേണ്ടി മലയാളിയായ ഞാൻ ഇത് പറയാം. ഞാൻ കാസർഗോഡ് വരെ പോകുന്നുവെന്ന് ഇരിക്കട്ടെ, ഞാൻ പോയില്ല, പോകുന്നുവെന്ന് ഇരിക്കട്ടെ. അങ്ങ് കാഞ്ഞങ്ങാടെത്തി. അവിടുന്ന് ഞാനൊരു ചായ കുടിച്ചു. അവിടുന്ന് ഒരു ചായക്കടയിൽ കയറി അവിടുത്തെ എന്തെങ്കിലും ഒന്ന് കഴിച്ചു. അവിടുത്തെ ആളുകളോട് സംസാരിച്ചു. മലയാളമാണ് പറയുന്നതെങ്കിലും നമ്മൾ ഇവിടെ പറയുന്ന മലയാളമല്ല, ഒരല്പം കൂടെ വ്യത്യസ്തമായ സ്ലാങ്ങുകൾ, വളച്ചും പൊളച്ചും ഒക്കെയാണ് പറയുന്നത്. കേട്ടേച്ച് ഞാൻ അവിടുന്ന് കാറിൽ കയറി 2 മണിക്കൂർ ഓടിച്ച് കണ്ണൂർ വന്നു, അല്ലെ കണ്ണൂർ വരെ ഓടിച്ചു. കണ്ണൂർ വന്ന് ഞാൻ നിർത്തി. അവിടെ ഒരു ചായക്കടയിൽ കയറി കഴിച്ചു. ടേസ്റ്റ് വേറെയാണ്, രുചി വ്യത്യാസമാണ്, ആളുകളുടെ സംസാര ഭാഷ വ്യത്യാസമാണ്. മറ്റിടത്ത് ഉപയോഗിച്ച സ്ലാങ് അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്, വേറെ ഒരു ആശയമാണ്. ഇങ്ങോട്ട് മാറി കോഴിക്കോട്ടോട്ട് മാറി നിർത്തി. ടേസ്റ്റ് വേറെ, സംസാര ഭാഷ വേറെ. ഇനി കൊട്ടാരക്കരയൊക്കെ വരുമ്പോഴത്തേക്ക്, കൊല്ലത്തൊക്കെ വരുമ്പോഴത്തേക്ക് തികച്ചും വ്യത്യസ്തമാണ്. തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ ഇനിയും വ്യത്യസ്തമായി വന്ന എന്തേ മലയാളത്തിൽ ഇത്രയും ഭാഷാ വ്യത്യാസം? ഇതിനെ കൊച്ചു കൊച്ചു തുണ്ടുകളായി തമ്പുരാൻ മുറിച്ച് ഓരോ ദേശാധിപതി ശക്തിക്ക് കൊടുത്തു. ഇവിടെയുള്ള പാപമല്ല അവിടെയുള്ള പാപം. എറണാകുളത്തിനടുക്കൽ ഗോതുരുത്ത് എന്നൊരു സ്ഥലമുണ്ട്. ഗോതുരത്തിൽ പോകുന്നവൻ ചാരായം വാറ്റാൻ ശ്രമിക്കും. അവിടുത്തെ മെയിൻ ബിസിനസ് അതാ. ഇവിടെ വരുമ്പോൾ മെയിൻ ബിസിനസ് അതല്ല. എന്തേ മാറിയത്? ബീഡി തെറുക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ ചെല്ലുമ്പോൾ മെയിൻ ബിസിനസ് ബീഡി തെറുപ്പാ. അവിടെ ആര് ചെന്നാലും അത് തന്നെ, ഇവൻ എവിടെ പോയാലും അത് തന്നെ. എന്തോ പറ്റിയടോ? ഓരോ ശക്തികൾക്ക് വേണ്ടി ദൈവം പകുത്തു കൊടുത്തു. ഒന്ന് ക്ഷമിക്കണേ, ഒന്ന് നിർത്തണേ. ഞാനൊരു കാര്യം കൂടെ പറയാം. ഇന്ന് ഗണിതശാസ്ത്രപ്രകാരം ഭൂമിയുടെ ഉപരിതലത്തെ നമ്മൾ കണക്ക് കൂട്ടിയാൽ ആകെ ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ 25 ലക്ഷത്തിൽ 1 ഭാഗമാണ് അബ്രഹാമിന് കൊടുത്തത്. അബ്രഹാമിനോട് പറഞ്ഞു, ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ മുഴു ലോകത്തിൻ്റെ 51 മില്യൺ സ്ക്വയർ കിലോമീറ്ററുള്ള ഈ മുഴു ഭൂമിയെ 25 ലക്ഷം ഭാഗങ്ങളായി തിരിച്ചാൽ ഏറെക്കുറെ, അക്യുറേറ്റ് അല്ല, ഏറെക്കുറെ അതിൽ 1 ഭാഗമാണ് അബ്രഹാമിന് കൊടുത്തത്. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ജാതികളെ ഞാൻ വിറ്റിരിക്കുകയാണ്, ജനത്തെ ഞാൻ ജാതികൾക്കായി വിറ്റു, ജനത്തെ ഞാൻ വീണുപോയ ദൂതന്മാർക്കായി വിറ്റു. അവരുടെ സമ്പ്രദായങ്ങൾ അനുസരിക്കട്ടെ, അവരുടെ ഭാഷകൾ അനുസരിക്കട്ടെ, അവർക്ക് വേണ്ടതൊക്കെ ചെയ്യട്ടെ. ഞാൻ അവരോട് വാദിക്കാൻ പോകുന്നില്ല. ദൈവത്തിങ്കിൽ നിന്ന് സമൂഹകാലങ്ങൾ ഉണ്ടാകുകയും തത്സമയത്ത് ദൈവം തൻ്റെ ജനത്തെ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്നത് വരെ തൽക്കാലത്തേക്ക് ഞാൻ ആ ജാതികളെ ഈ വീണുപോയ ദൂതന്മാർക്ക് വിറ്റുകൊടുത്തിരിക്കുകയാണ്. എന്നാൽ എൻ്റെ അവകാശം നീയാ. ഈ ഭൂമിയുടെ 25 ലക്ഷത്തിൽ 1 ഭാഗം ഞാൻ നിനക്ക് തരികയാ. നിന്റെ സന്തതി എൻ്റെ അവകാശമാ. നിന്റെ നിയമങ്ങൾ ഞാൻ പറയുന്നതാ.
നിന്റെ സംസ്കാരം ഞാൻ പറയുന്നതാ. അയ്യോ ഇങ്ങോട്ട് താവോട്ട് വരണം. എബ്രായന് വേണ്ടി ദൈവം എഴുതി കൊടുത്തിരിക്കുന്ന 613 മിസ്ബോത്തുകൾ, അവരുടെ നിയമങ്ങൾ നോക്കിയാൽ 10 കൽപ്പനകളിൽ തൃപ്തിപ്പെടരുത്. 613 മിസ്ബോത്തുകൾ നോക്കിയാൽ എത്തരം വസ്ത്രം ധരിക്കണം, എന്ത് നീളത്തിൽ വസ്ത്രം ധരിക്കണം, ഏത് ശൈലിയിൽ വസ്ത്രം ധരിക്കണം, എങ്ങനെ വിവാഹം നടക്കണം, എന്തൊക്കെ ആഹാരം കഴിക്കണം, ദൈവിക സംസ്കാരത്തിൽ ഉൾപ്പെടാത്തതൊന്നുമില്ല. സകലവും കൂടെ അബ്രഹാമിൻ്റെ ലോട്ട് കൊടുത്തേച്ച് പറഞ്ഞു, എൻ്റെ സംസ്കാരത്തിൽ നിലനിൽക്ക് അബ്രഹാമേ, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും. എൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ ജനനം നിന്നിൽ നിന്ന് ഉത്ഭവിക്കേണ്ടതിന്. ഓ ഗോഡ്, ഒരു നല്ല കുടുംബത്തിൽ നിന്ന് മാത്രമേ നല്ല അഭിഷേകമുള്ള ഒരാൾ പുറത്തു വരാൻ എളുപ്പം. ഒരു നല്ല സഭയിൽ നിന്ന് മാത്രമേ നല്ല അഭിഷേകമുള്ള ഒരു വ്യക്തി വെളിയിൽ വരാൻ എളുപ്പമുള്ളൂ. അതുകൊണ്ട് നന്നായി ജീവിക്കുന്നത് കൊള്ളാം. ദൈവം അബ്രഹാമിന് 25 ലക്ഷത്തിൽ ഒരു ഭാഗം, ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലം, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, 510 മില്യൺ സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുള്ള ഈ ഭൂമിയുടെ 25 ലക്ഷത്തിൽ ഒരു ഭാഗമാണ് ഏതാണ്ട് 1200 ശിഷ്ടം കിലോമീറ്ററുള്ള അബ്രഹാമിന് ദൈവം കൊടുത്തിരിക്കുന്ന ഭൂമി. അങ്ങോട്ട് കൊടുത്തേച്ച് പറഞ്ഞു, എൻ്റെ പ്രമാണം അനുസരിച്ച് നിന്നെപ്പോലെ വലിയൊരു ജാതി വേറെ ഉണ്ടാകത്തില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ചില വർഷങ്ങൾക്ക് മുൻപ് സിംഗപ്പൂരിൽ ഏതോ ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ വേണ്ടി പോയി. അന്ന് ഞാൻ അവിടെ ഒരു കൺവെൻഷന് പ്രസംഗിച്ചു. ഞാൻ ഇങ്ങോട്ട് ഇരുന്നുടനെ അവിടെ ഇരുന്ന ഒരു സ്നേഹിതൻ എൻ്റെ അടുക്കൽ വന്നേച്ച് പറഞ്ഞു, നിങ്ങൾ ഈ ക്രിസ്തീയ പ്രസംഗകരൊക്കെയും പ്രസംഗിക്കുമ്പോൾ ഇസ്രയേലിനെ വലിയ കാര്യമായി എടുത്തു പറയാറുണ്ട്. വലിയ നീണ്ട ചരിത്രമാണ്, ഞാൻ ചുരുക്കുകയാണ്. എനിക്ക് ഇസ്രയേലിനോട് ഇഷ്ടമില്ല. ഇസ്രയേലിനോട് ബന്ധപ്പെട്ട യാതൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റത്തില്ല. ഇസ്രയേലുമായി ബന്ധപ്പെട്ടതിനെക്കുറിച്ച് ഒന്നിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കത്തില്ല. എനിക്കവരോട് വിരോധമാണ്. ഞാൻ പറഞ്ഞ സ്നേഹിത, ഞാൻ വഴക്കുണ്ടാക്കാൻ വേണ്ടി അല്ല ഇവിടെ വന്നത്. അപ്പോൾ അതങ്ങ് വീട്, ഇയാൾക്ക് എത്ര മക്കളുണ്ട്? എനിക്കാണെങ്കിൽ 2 മക്കളാണ്, തനിക്ക് എത്ര മക്കളുണ്ട്? അപ്പോൾ എന്നോട് ചാതനോട് നീ എൻ്റെ വിഷയം മാറ്റാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞാൽ അതേ വിഷയം മാറ്റാൻ ശ്രമിക്കുക, കാര്യം ഞാൻ ഈ വഴക്കുണ്ടാക്കാൻ വേണ്ടി അല്ലല്ലോ ഇവിടെ വന്നത്. പറഞ്ഞാൽ അങ്ങനെയൊന്നും മാറത്തില്ല. ഞാൻ പറഞ്ഞത് നീ അംഗീകരിച്ചേ പറ്റൂ. ഇസ്രയേൽ മോശമായ ഒരു ജനതയാണ്, അവരുമായി ബന്ധപ്പെട്ട യാതൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, സാർ ഈ പറയുന്നതൊക്കെ അർത്ഥമാക്കുന്നുണ്ടോ? ചോദിച്ചു, എനിക്ക് എന്നെ വട്ടുണ്ടോ? അർത്ഥമില്ലാത്ത കാര്യം പറയാം. ഞാൻ പറഞ്ഞു, വട്ടി കുറയേലെന്ന് ഉറപ്പാണ്. അയാളങ്ങ് ചൂടായെന്ന് എൻ്റെ കാര്യം. എന്താണ് ഞാൻ വട്ട് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, സാറേ ഇസ്രയേലുമായി ബന്ധപ്പെട്ടതൊന്നും താൻ ഉപയോഗിക്കത്തില്ലല്ലോ. ഇല്ല. ഞാൻ ചോദിച്ചാൽ പേന ഉപയോഗിക്കൂ? ഇത് കണ്ടുപിടിച്ചത് ഒരു ഇസ്രയേലി ശാസ്ത്രജ്ഞനാണ്. ഈ ഭൂലോകത്തിൻ്റെ 25 ലക്ഷത്തിൽ ഒരു ഭാഗം അബ്രഹാമിൻ്റെ ലോട്ട് കൊടുത്തു വെച്ച് പറഞ്ഞു, ഇത് നോക്കി എൻ്റെ തത്വം അനുസരിച്ച് ജീവിക്കുക, എൻ്റെ കൾച്ചറിൽ വാ, നിന്നെക്കാൾ വലിയത് വേറൊന്നും ഉണ്ടാകുകയില്ല. നീ പേന ഉപയോഗിക്കുമോ? ഇത് ഇസ്രയേലിയൻ കണ്ടുപിടിച്ചതാ. നീ തുണി ഉടുക്കുമോ? തുണി മില്ല് കണ്ടുപിടിച്ചത് ഇസ്രയേലിയനാ. നീ ടെലിഫോൺ ഉപയോഗിക്കുമോ? ടെലിഫോൺ കണ്ടുപിടിച്ചത് ഇസ്രയേലിയനാ. നിൻ്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഉണ്ടോ? കണ്ടുപിടിച്ചത് ഇസ്രയേലിയനാ. നീ ബൾബ് ഉപയോഗിക്കുമോ? ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് ഇസ്രയേലിയനാ. നീ കാർ ഓടിക്കുമോ? ഐസ് എഞ്ചിൻ കണ്ടുപിടിച്ചത് ഇസ്രയേലിയനാ. നീ പ്ലെയിനെ കയറുമോ? ജെറ്റ് കണ്ടുപിടിച്ചത് ഇസ്രയേലിയനാ. ചോദിച്ചു പറഞ്ഞു വന്നാൽ 25 ലക്ഷത്തിൽ ഒരു ഭാഗം അബ്രഹാമിൻ്റെ ലോട്ട് കൊടുത്തേച്ച് പറഞ്ഞു, എൻ്റെ പ്രമാണം പാലിയില് നീ ചൊവ്വ ജീവിക്ക്. ബാക്കി ജാതികളെ ഞാൻ ഈ വീണുപോയ ദൂതന്മാർക്കായി വിറ്റുകളഞ്ഞതാണ്. അവർക്ക് ബോധിച്ച സമ്പ്രദായങ്ങൾ പാലിക്കട്ടെ. എന്നാൽ ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഒരു യേശു മടങ്ങി വരും. അബ്രഹാമേ, നിന്റെ വീട്ടിൽ നിന്നായിരിക്കും. ആ യേശു വീണ്ടെടുപ്പിൻ്റെ പ്രമാണങ്ങൾ ചരിത്രത്തിലൂടെ എടുത്തു പറയുന്ന ചരിത്ര ഭാഗമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചേച്ച് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം പോയി എൻ്റെ സുവിശേഷം പ്രസംഗിക്കണം. ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. വിശദീകരിക്കാൻ സമയമെടുക്കും, ചുരുങ്ങിയ വാചകങ്ങളിൽ പോകുകയാണ്. ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുമോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവ് ദൈവജനത്തിൻ്റെ മേൽ വന്നു. എന്നായിരുന്നു? പെന്തക്കോസ് നാളിൽ. പത്രോസ് എഴുന്നേറ്റ് നിന്നേച്ച് ഒരൊറ്റ കെട്ടും കെട്ടി. പത്രോസ് എഴുന്നേറ്റ് നിന്ന് കെട്ടിയതാണ് ആത്മാവ് വന്നേ അന്ന്. പത്രോസ് എഴുന്നേറ്റ് നിന്ന് കെട്ടിയ കെട്ടാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കായും ചിതറപ്പെട്ട 25,000-ഓളം കഷണങ്ങളിൽ എണ്ണിത്തീർക്കാവുന്ന വ്യത്യസ്ത മാനവരാശിയെ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. മറ്റു പല വാക്കുകളാലും അവരെ പ്രബോധിപ്പിച്ചു പറഞ്ഞു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുക. അവരുടെ സമ്പ്രദായങ്ങൾ പാടില്ല, അവരുടെ ആചാരങ്ങൾ പാടില്ല, അവരുടെ നടത്തുകളിൽ നിങ്ങൾ നടക്കരുത്. നിങ്ങൾ മാറി വരിക, എന്നാൽ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കും.